ഹേ ഗൈസ്, നിങ്ങളുടെ സ്വന്തം KT. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ ദുരന്തർ പാർട്ട് 2 ദ റിവെഞ്ചിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ പറയാം, ഗംഭീര പടം. എനിക്ക് ഈ പടം കണ്ടപ്പോൾ തന്നെ ആദ്യം പറയണം തോന്നിയത്, ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എ ഗെയിം പ്ലേ. എന്ന് വെച്ചാൽ ഓരോ ടാസ്കുകളും ഓരോ ലെവൽസും ഓരോ ക്യാരക്ടർ റിവീൽസും ഓരോ സസ്പെൻസിൻ്റെ ആ ഒരു ലൈക്ക് ലിറ്ററലി കമ്പാരിസൺ അല്ല, പക്ഷെ അൺചാർട്ടിനകത്തൊക്കെ വരുന്ന പോലെ അല്ലെങ്കിൽ ലാസ്റ്റ് ഓഫ് അസിലകത്തൊക്കെ വരുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചു ടാസ്ക്, സൈഡ് മിഷൻസ്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ വന്നപ്പോൾ തോന്നിയതാണ്. ഇനി രൺവീർ സിംഗിനെ കുറിച്ച്, ഞാൻ രൺവീർ സിംഗിൻ്റെ ഒരു പടവും കണ്ടിട്ടില്ലായിരുന്നു മുമ്പത്തെ. ദുരന്തർ 1 ഒഴിച്ചതിന് മുമ്പ് ഈ ദുരന്തർ 2 കണ്ടപ്പോഴാണ് എൻ്റെ അമ്മോ, ഞാൻ ഒരുപാട് മിസ്സായി പോയോ എന്ന് എനിക്കൊരു തോന്നലുന്നു. കാരണം എന്താ ഒരു ഓറ ഉള്ള ഒരു ആക്ടർ എന്ന് പറയുമോ. എന്ന് വെച്ചാൽ ആ ഈ മുടിയൊക്കെ ഇട്ടിട്ട് ചില ഷോട്ടൊക്കെ എൻ്റെ അമ്മോ, എന്തോ എനിക്ക് എവിടെ തുടങ്ങണമെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും നമ്മൾ അവിടെ ഇരുന്നിട്ട് ഏതാ മൂഡ്. ഓറ ഈസ് നെക്സ്റ്റ് ലെവൽ. എഡിറ്റിങ്ങിൻ്റെ ഒരു സംഭവം പറയുകയാണെങ്കിൽ, സ്റ്റിൽ നോട്ട് റെഡി ഫോർ ദിസ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ആ സാധനം അവർ യൂസ് ചെയ്ത രീതി. രൺവീർ സിംഗിൻ്റെ ചെറുപ്പകാലമാണ് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത്. ആ ഒരു സമയത്ത് പുള്ളിക്കാരനൊരു സ്പോയിലേഴ്സ് ഒന്നുമില്ല, പക്ഷെ ഒരു വീട്ടിൽ കയറി തല്ലുണ്ടാക്കുന്നുണ്ട്. ആ തല്ലിൻ്റെ ആദ്യത്തെ കുറച്ച് വെടിവെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് പാട്ടിങ്ങനെ കയറി വന്നിട്ട് നിൽക്കും, സ്റ്റിൽ നോട്ട് റെഡി ഫോർ ദിസ് എന്ന് പറഞ്ഞിട്ടൊരു ഇടി. അന്ന് ഞാൻ എൻജോയ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഇതൊക്കെ. ഈ സെക്കൻഡ് പാർട്ടിൽ ചില സ്ഥലങ്ങളിൽ കുറച്ച് ഇടിയൊക്കെ കഴിഞ്ഞ് ചോരയൊക്കെ വലിച്ച് ഇനി നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും, ഇത്രയും മുടി ആ ചോരയുടെ ഒക്കെ കിടന്നു. ഞാൻ പണ്ട് പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടപ്പോൾ അതില് എന്താ പറയുക, ജീസസിന്റെ ആ ഒരു ഡിപ്പിക്ഷൻ ഉണ്ടല്ലോ, അത്രയും ചോരയിൽ ഇങ്ങനെ മുടിയൊക്കെ കിടന്നിട്ട് ഇങ്ങനെ എന്ത് വന്നാലും ഒരു കുലുക്കം ഇല്ലാത്തൊരു. ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു ഇന്ത്യൻ വെർഷൻ ഓഫ് പാഷൻ ക്രൈസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പൊളിക്കുമെന്നുള്ളത്. പക്ഷെ അത് കഴിക്കുമ്പോൾ തന്നെ ലിറ്ററലി അങ്ങനത്തെ ഒരു ഷോട്ട് ഉണ്ട്. ഞാൻ പറയുന്നില്ല, ബട്ട് അങ്ങനത്തെ ഒരു ഷോട്ട് ഉണ്ട്. അവരും ആ ഒരു വിഷൻ കണ്ട് കഴിഞ്ഞു ഓൾറെഡി. ഞാൻ നെറ്റ്ഫ്ലിക്സിൽ പാർട്ട് 1 കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഡോക്യുമെൻ്ററി അല്ല, കുറേ കണക്ഷൻസ് ഒന്നും ഇല്ല, ഇതൊരു ഡോക്യുമെൻ്ററി അല്ല എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് അത് കണ്ടപ്പോൾ ഇതൊരു ഡോക്യുമെൻ്ററി ആണെന്ന് തന്നെ തോന്നി. എന്ന് വെച്ചാൽ അവരുടെ വീണ്ടും ഞാൻ പറയാം, എഡിറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഈവൻ ദോ ഇറ്റ് ഈസ് കൊമേഴ്ഷ്യലി ഭയങ്കരമായിട്ട് വിൻ ചെയ്തെങ്കിലും ആ എഡിറ്റിംഗ് സ്റ്റൈല് അല്ലെങ്കിൽ പാട്ടിൻ്റെ സെലക്ഷൻ എല്ലാം, പിന്നെ ആ ഒരു ഷോട്ടുകൾ എന്താ പറയുക, നീട്ടിപ്പരത്തി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് മാത്രമല്ല കുറേ ഫാക്ട്സ് അതിനകത്തൂടെ ഓരോ ചാപ്റ്ററിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ലിറ്ററലി എനിക്കത് ഡോക്യുമെൻ്ററി ആയിട്ട് തന്നെ, ഒരു തരം ഡോക്യുമെൻ്ററി ആയിട്ട് തന്നെ ഫീൽ ചെയ്തത്. പാർട്ട് 2 വന്നപ്പോഴും ഞാൻ ഇടയ്ക്ക് ചാലിച്ചു, എന്നാൽ പിന്നെ ഇവർക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ആയിട്ട് പറയുമ്പോൾ ഇതൊരു സീരീസ് ആക്കി പറഞ്ഞൂടെ, അല്ലെങ്കിൽ എഡിറ്റിങ് നല്ലോണം ഭയങ്കരമായിട്ട് ഷോർട്ടൺ ചെയ്തുകൂടെ, എന്ന് വെച്ചാൽ ഇത്രയും നീട്ടിപ്പരത്തിപ്പ. ബട്ട് മൂവി കണ്ട് കുറേ മുമ്പോട്ട് പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ലൈക്ക് ദിസ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി പ്രസൻറ്റഡ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കണം. സോ ദാറ്റ്സ് മൈ പോയിന്റ്. ലൈക്ക് ഇതൊരു ഡോക്യുമെൻ്ററി അല്ല, ഫീൽസ് ലൈക്ക് എ ഡോഗ് ബട്ട് സ്റ്റിൽ നോട്ട് ഡോഗ്. ആ ഒരു മിക്സിൻ്റെ ഇടയിലാണ്. ആദിത്യ ധർ പുള്ളിക്കാരൻ്റെ പാട്ടിൻ്റെ സെലക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇറ്റ് വാസ് സോ റിഫ്രഷിങ്. എന്ന് വെച്ചാൽ ഇതിൽ ആ സ്വാഗും ഞാൻ പറഞ്ഞ പോലെ ഓറയും ആ സമയത്ത് ഇവർ കൊണ്ടുവരുന്ന ആ റാപ്പ് സോങ്സ് ഉണ്ട്. എനിക്ക് ഐ ഫെൽറ്റ് ലൈക്ക് ഞാനൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലത്തെ പാട്ടുകളെ വെക്കത്തുള്ളൂ. ചില സമയത്ത് ഒരു സെക്ഷൻ ഓഫ് മ്യൂസിക്കിന് വേണ്ടി മാത്രം ഒരു സീൻ അവർ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലൈക്ക് ഒരു സീനുണ്ട്, ചെറിയ രീതിയിൽ കാണിച്ചു പോകാം, പക്ഷെ അങ്ങനെയല്ല, ആ മ്യൂസിക് കേൾപ്പിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഷോട്ടുകൾ വെച്ച പോലെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു സംഭവം ഇതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽസ് ആണ്. നമ്മൾ പടം കണ്ട് തീരുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ആ രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ ഇവർ. അങ്ങനെ കുറേ സിനിമകളുണ്ടല്ലോ, എന്ന് വെച്ചാൽ കണ്ട് തീരാറാവുമ്പോഴാണ് അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് സാധനം കൊണ്ടുവരുന്നത്. ഇതിലങ്ങനെയല്ല, ആദ്യം തന്നെ ആ ഒരു ഇത് കൊണ്ടുവന്നിട്ട് നമുക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മളിങ്ങനെ മോനെ പൊട്, അത് കഴിഞ്ഞിട്ട് അവർ വേറൊരു സാധനം ഇട്ട് തരും. അത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരും. കഴിഞ്ഞ പടത്തിൽ ഇട്ട് കൊടുത്ത കുറേ സാധനങ്ങൾ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ ഒരു എൻഡ് പോയിന്റ് കൊടുക്കും, സാറ്റിസ്ഫാക്ഷൻ പീക്ക്. കുറേ സ്ഥലങ്ങൾ പ്രഡിക്റ്റബിൾ ആണ്. ആ പ്രഡിക്ഷൻ സംഭവിച്ചപ്പോൾ പോലും ഐ വാസ് ഹാപ്പി. ഐ വാസ് ലൈക്ക് ഡാം, അങ്ങനെ തന്നെ വേണം. ആൻഡ് ഫൈനലി എനിക്ക് പറയേണ്ടത്, ഈ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഐ റിയലി എൻജോയ്ഡ് ലോട്ട്. ഈ ഒരു ചാപ്റ്റർ വൈസ് ടെല്ലിങ്ങും ഇതിന് ഒരുപാട് പൊട്ടൻഷ്യലുണ്ട്. ഇനി ഒരുപാട് കഥകൾ ഇതിനകത്ത് ഈ ഒരു സ്റ്റൈലിൽ തന്നെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ, കുറേ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാം. ലൈക്ക് സ്റ്റിൽ ഐ വിൽ വാച്ച് എവറിത്തിങ്. ഈ ഒരു രീതിയിലാണെങ്കിൽ ഒരുപാട് കാണാൻ കിടക്കുന്നു. പാർട്ട് 3 ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവസാനം 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഉണ്ട്.
ചില സമയത്ത് നമ്മൾ പറയില്ലേ ഇത്രയും ഗോറായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ബ്ലഡ് വയലൻസ്, ആ ഷൂട്ടിങ് നമുക്കൊരു എന്തോ എത്രയാണെന്ന് വെച്ചാൽ കാണാം ഇതെല്ലാം. പക്ഷേ ഈ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിങ്ങിൽ ഇറ്റ് ക്യാൻ ജസ്റ്റ് കീപ്പ് ഓൺ ഗോയിങ്. ലൈക്ക് അത്ര നല്ല രീതിയിൽ അവർ കൊണ്ടുപോയിരിക്കുന്നത്. രൺവീർ സിംഗിനെ സത്യം പറയാലോ, സംഭവം ഒരു ഫാൻ ബോയ് ആയി ഈ ഒരു വർക്ക് കഴിഞ്ഞപ്പോൾ. എന്താ പൊട്ടൻഷ്യൽ, പീക്കിൽ നിൽക്കുന്ന പുള്ളിക്കാരൻ. ആ ക്ലോസപ്പ് ഷോട്ടിനൊക്കെ ഐമാക്സിൽ തന്നെ കിട്ടുന്നൊരു ഫീല് വേറെ. നെക്സ്റ്റ് ആട് 3 ഞാൻ ആ പടം കണ്ടു. അടുത്ത് തന്നെ അതിൻ്റെ സംഭവങ്ങൾ എഴുതണം, റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഐ വിൽ ബി ബാക്ക്. അപ്പോൾ ബൈ.